ഹലോ, എന്തൊക്കെ കാലത്തന്നെ അടുക്കളയിൽ പരിപാടി? കാലത്തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്റെ പണി കഴിച്ചിരിക്കാനാണോ? ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്. ആ സാധനം ഞാൻ ഇന്നോട് പരീക്ഷിക്കാൻ പോവാ. ഓക്കെ, റവ വെച്ചിട്ട് നല്ലൊരു അടിപൊളി എഗ് റോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാലോ എങ്ങനെയാന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് ഉണ്ടാക്കുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ള. അപ്പൊ അതായിരുന്നു പണി, സെറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചീരല് എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, റവ എടുത്തിട്ടുണ്ട്, വറുത്ത റവ കേട്ടാ. അതുപോലെ ഇനി മുട്ട വേണം, കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം. ഇതെല്ലാം ചേർത്തിട്ട് ഒരു അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത് രക്ഷയില്ലാത്ത സാധനമായിരിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, കാത്തുമുളക് നല്ല ഉറക്കത്തില്ല. എനിക്ക് ഒരു അടിപൊളി എഗ് റോള്, ദോശ റവ വെച്ചിട്ടുള്ള എഗ് റോൾ ഉണ്ടാക്കി പോകണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇത് അടിച്ചെടുക്കാനുള്ള അളവിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സിയിൽ നിന്ന് അരച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മിക്സർ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് റവയും പാലും കൂടി. ഓക്കെ, ഇത് അടിച്ചെടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതിലേക്ക് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മൾ ചീരലയാണ് കേട്ടോ. നമ്മുടെ ചുവന്ന ചീരല ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് ചീരയിലും കുഴപ്പമൊന്നുമില്ല. അത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാട്ടോ വേണമെങ്കിൽ ക്യാരറ്റ് എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാൻ കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റവ, പാല്, അതുപോലെ ചീര, പച്ചമുളക്, സബോള, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കാനുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് നമുക്ക് ഇനി മുട്ട എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അതും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അല്ല, അപ്പം ഞാൻ അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തോളുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു നുള്ളു ഉപ്പ്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മുട്ടേര മിക്സ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ റവേര മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാനൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പാനൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നെയ്യാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളി റവേര മിക്സ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇതില്ലേ മുട്ടേര മിക്സ്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്നും ഇങ്ങനെ ഇതാക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാമോ. ഓക്കെ, മറിച്ചിടാൻ പോകണ്ട. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഓക്കെ,
നമ്മുടെ ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ രീതിയിൽ മിക്സ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാത്തിന് ഈ സോസ് ഇഷ്ടമായാണ് ഞാൻ ആഡ് ചെയ്തത്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, ഇനി നമുക്കത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ചൂട് കേട്ടോ. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ എഗ് റോൾ കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം, അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മുടെ റവ വെച്ചിട്ടുള്ള നമ്മുടെ എഗ് റോള് സൂപ്പർ ആയിട്ടുണ്ട്. 3 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുകളിൽ ഞാൻ കുറച്ച് സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങാൻ പോവാം. ഓക്കെ, കാത്തോ റെഡി ആയിട്ടാ. റെഡി ആയിരുന്നു, കൈ കഴുകി വൃത്തിയായിരുന്നു. അതേ കൊണ്ടുവരാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ട് സെറ്റപ്പ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാത്തുനിന്ന് കൊടുത്ത് ടേസ്റ്റ് നോക്കാം. നമുക്ക് എല്ലാവരും കഴിക്കാം. ചായ കൂടി ഇത് കൂട്ടി പഠിക്കാം. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിക്കോട്ടെ. സെറ്റായിട്ടോ ഓരോ സാധനം പട്ടയ്ക്കാൻ മതി. ചായ കളയലടാ. അപ്പൊ നമ്മുടെ ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഓക്കെ, പോയോ ഇങ്ങോട്ട് പോയോ നോക്കി സംഭവം പൊട്ടിച്ചു നോക്കിയാൽ ഇങ്ങനെ. ആ കഴിച്ചോ, നീ കഴിച്ചോ? രസണ്ടാ? എന്താ കാത്ത ഇഷ്ടപ്പെട്ടില്ലേ? ഏറ്റവും നല്ല ക്ഷീണായിരിക്കും. കാത്ത ഉറക്കത്തിന് വന്ന് ഫ്രഷായി ചായ കുടിക്കാൻ വേണ്ട. അതിന്റെ ഒരു മൂടോട്ടുണ്ട് അവൾക്ക്. മുളക് അടിച്ച് പച്ചമുളക് ഇട്ടിട്ടാ. പച്ചമുളക് ഇട്ടിട്ട് അപ്പൊ ഏത് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഏത് പച്ചമുളക് ഞാൻ കട്ടി ഇട്ടുണ്ടായിരുന്നു, നമ്മൾ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് തന്നെ കടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അല്ലേ സംഭവം. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ ഞാനത് കാണിച്ചുതരാം. കാലത്തന്നെ കാത്തിന് പണി കിട്ടിയത്. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി ഇവിടെ. കാത്തുന് പെട്ടു. കാത്തു ഞാൻ കഴിച്ചോട്ടെ. നല്ല മിളക് പറഞ്ഞ പോലെ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ. അത് കാരണം എടുത്താൽ എളുപ്പമുണ്ടാവും. മുളകാട്ടപ്പോ പേടിയത്. ഓ അടിപൊളിയാണ്. എഗ് റോൾ കഴിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സോസ് ഉണ്ട്. അത് തന്നെ ഒന്നുകൂടി സൂപ്പർ. അമ്മ അത് ഞാൻ മിളക് അടിച്ചപ്പോഴുണ്ടോ മഴ ഇത് കഴിച്ചോക്കിയാ. ഇത് കടിക്കേ സോസ് കുഴപ്പമില്ല. കുറച്ച് സോസ് ഇങ്ങനെ വെച്ച് കഴിച്ചാൽ മതി. വാ കഴിച്ചോളാം. പിന്നെ കുറച്ച് കഴിച്ചോ. അപ്പൊ വീഡിയോ സമയമല്ല ഒരു സംഭവം ഇഷ്ടപ്പെടില്ലേ? മിളക് അടിച്ചാൽ കാത്തുണ്ട് എല്ലാം മൂട് പോയി. ചായ കുടിച്ചപ്പോ ശരി. അപ്പൊ ഓക്കെ, വീഡിയോ ശ്രമിച്ചല്ലോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങളിങ്ങനെ ചെയ്തായിരിക്കും. അപ്പൊ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞ പോലെ വീഡിയോ ശ്രമിച്ചല്ലോ. ഓക്കെ, ബൈ.